ഹലോ ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ വീഡിയോ ഒക്കെ ഇടായിട്ടോ, വെക്കേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ കുറേ കളിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ എല്ലാവരും പോവാണ്. ലാസ്റ്റ് ഡേ ആണ് വെക്കേഷൻ്റെ ലാസ്റ്റ് ഡേ ആണ്. സ്കൂൾ തുറക്കുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് കോളൊക്കെ ഉണ്ട്. ഞങ്ങൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളൊരു ആഫ്റ്റർനൂൺ വ്ലോഗൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞിരുന്നോന്ന് അറിയില്ല, ഞങ്ങൾ പുതിയ ഒരു യൂട്യൂബ് അത് പറഞ്ഞതാണ് പറഞ്ഞിട്ടല്ലേ. അപ്പോ അത് നിങ്ങൾ കാണണം കേട്ടോ. അപ്പൊ ഞങ്ങൾ കുറച്ച് അതില് ഒരു ആഫ്റ്റർനൂൺ വ്ലോഗ് ഇടാൻ ചാൻസ്. ഞങ്ങൾ ഇന്നൊരു സാധനം ഉണ്ടാക്കിയിരുന്നു. ചപ്പാത്തിന്റെ മാവില്ലേ, ഞാൻ ചപ്പാത്തിന്റെ മാവില്ലേ അതുകൊണ്ട് ഉണ്ടാക്കിയിരുന്നു. ഒരു പെൺകുട്ടി, ഞാനല്ല കേട്ടോ ഉണ്ടാക്കിയത്, ഞാൻ കഴിവൊന്നുമില്ല നോക്കണ്ട. അപ്പോൾ കാണിച്ചുതരാം. ഇതാണ് സംഭവം. ഒരു മൂക്കുത്തിയൊക്കെ കൊടുത്തിട്ടുണ്ട് നീല. അത് ഞാൻ കൊടുത്തല്ല, ഞാൻ ഇത് വത്സലമ്മ, അതായത് ശിവാനില്ലേ, ശിവാനിൻ്റെ പിന്നെ അമ്മമ്മേനോട് ഇതെങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ മൂക്കുത്തി എന്ന് പറഞ്ഞൊരു കുത്തി തന്നു. അപ്പോൾ അതേ മൂക്കുത്തിണ്ട്, നീല മൂക്കുത്തിണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ ചെയ്തു. അപ്പോൾ വേറൊന്നും അധികം പറയില്ല, കാണുന്നില്ല. അപ്പോൾ ആഫ്റ്റർനൂൺ വ്ലോഗ് അതിലല്ലേ, ഇതിൽ നമ്മളിപ്പോൾ ആഫ്റ്റർനൂൺ വ്ലോഗാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നിരുന്നത്. അപ്പോൾ മറ്റേതോ യാമി ഇവിടെ ഇല്ല, യാമി അങ്ങോട്ട് പോയതാട്ടോ. കരഞ്ഞിട്ട് പോയതാണ്. ഇവിടെ ഒന്നും ഇല്ലായിട്ടൊന്നല്ല കേട്ടോ. ഓള് കൊറേ ഭക്ഷണം ഓള് കഴിക്കാൻ വേണ്ടിട്ട് വെറുതെ കരയാണ്. അപ്പോ ഒരു 5 മിനിറ്റ് അപ്പൊ ഒന്ന് കട്ടാക്കി കേട്ടോ. ഓക്കെ, അപ്പോ ചെറിയൊരു അപ്പോ യാമി ഇങ്ങോട്ട് യാമി ഇവിടെ ഉണ്ട് ഗൈസ്. അവിടെ കരഞ്ഞിരിക്കുന്ന യാമിനെ നമുക്ക് കാണാം. ചിരിക്കുന്നുണ്ട്. യാമി വാ. ഇത്ര നേരം കരഞ്ഞു ഇത്രയും നേരം. ശിവാനിയൊക്കെ ഇവിടുന്ന് പോവാണ്. ഇന്ന് പോകും. ഞാൻ നാളെ രാവിലെയാണ് പോകും. അപ്പം നാളെ ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലായിട്ടൊന്നുമില്ല. യാമിക്ക് കുറച്ച് ഇഷ്ടക്കേടുണ്ട് അല്ലേ സ്കൂളിൽ പോകാൻ എടുക്കാൻ. ശിവാനിക്ക് പോകാൻ ഇഷ്ടമാണ് സ്കൂളിൽ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോൾ ഇത് കുറച്ച് നേരമായിട്ടേ ഉള്ളൂ, എന്നാലും നമുക്ക് കുറച്ചും കൂടി എടുക്കാം. അപ്പോൾ എല്ലാവരും ഷെയർ ഞങ്ങളെ പിന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞങ്ങൾ ANVBയിൽ ചെറിയൊരു എന്തെങ്കിലുമൊക്കെ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഒരു 7-8 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എനിക്ക് 40 സബ്സ്ക്രൈബേഴ്സ് ആയി ഗൈസ്. ഇതുവരെ പ്രതീക്ഷിക്കാത്തൊരു സംഭവം. അപ്പോൾ ഞങ്ങളെയും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾ ഇപ്പോൾ വീഡിയോസൊക്കെ ഇടും. ഇവർ പോയി കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് വീഡിയോസ് ഇടാനാവും. കുറച്ച് ടൈം കിട്ടും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. സ്കൂളിൽ പോയി വന്നിട്ട് ചിലപ്പോൾ സൺഡേ ഒരു സാറ്റർഡേ വ്ലോഗ് ഒക്കെ ഇടാൻ, സാറ്റർഡേ വ്ലോഗ് ഒക്കെ ചിലപ്പോൾ ഡേ മൈ ലൈഫ് ഒക്കെ അങ്ങനത്തെ ചിലപ്പോൾ വീഡിയോസ് ഒക്കെ ഇടാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ കാത്തിരിക്കാം. കുറേ ആയിട്ടോ ഗൈസ് വീഡിയോ ഒന്നും ഉണ്ടായിട്ടത്. കളിയൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ അമ്മേൻ്റെ വീട്ടിലായിരുന്നു ഞാൻ, അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇടാനായിട്ടില്ല. അപ്പോൾ യാമി എന്തിനോ പോയിട്ടുണ്ട് ഗൈസ്. എന്തോ കൊണ്ടുവരാനുണ്ടോന്ന്, എന്തേലും കൊണ്ടുവരുമോ. പിന്നെ ഒന്നും അങ്ങനെ പറയാനൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാം. ഞാൻ പുറത്തേക്ക് വിട്ടുതരാം. വീടൊക്കെ ഒക്കെ കണ്ടിട്ട് നല്ലതുണ്ട്. ഇതൊക്കെ ഗൈസ് ഒരു തലേണയാണ്. ഒന്നും കാണിക്കാൻ എല്ലാത്തരക്കൊണ്ട് കാണിക്കാനാണ്, തലേണയാണ്. അപ്പം നമുക്ക് റൂം ടൂർ ചെയ്യാം. ഇതെൻ്റെ ഉള്ള റൂം ടൂറാണ്. ഇപ്പോൾ എന്താണേലും നല്ലോണം ഞാൻ എൻ്റെ പുതിയൊരു ഇത് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. നല്ല വെയിൽ കേട്ടോ ഗൈസ്. അവിടെ വെയിലുണ്ടോയെന്ന് അറിയില്ല, ഒന്ന് കമൻറ്റ് ചെയ്തോ. ചിലപ്പോൾ വെയിലൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ. ഞങ്ങളെ ഇവിടെ നല്ല വെയിലാണ് ഗൈസ്. ചില പുതിയ വീടാണ് കേട്ടോ അത്. പുതിയ വീടിൻ്റെ ബാക്കിൽ കൂടെയാണ്. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ അവിടെ പുതിയ വീടിൻ്റെ പെയിൻറ്റിങ് ഒക്കെ ആയിട്ടുണ്ട് ഞങ്ങളുടെ പുതിയ വീടിന്. അപ്പോൾ ഞങ്ങളിതൊന്ന് കാണിച്ചത്. ഇത് ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഞങ്ങൾ നിൽക്കുന്ന വീടാണത്. അത്
ഞങ്ങളെ പുതിയ വീടിൻ്റെ ബാക്കിലാണ്. അപ്പോൾ ഇത് ഞങ്ങളിപ്പം ബാക്കിൽ കൂടെ ചിലപ്പം പോകും, ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോയി മുന്നിൽ കൂടെ പോകും. ഇവിടെ ഒരു ഗാർഡൻ. ഇന്ന് മെയിൻ കണ്ടന്റ് ഇതൊക്കെ വീട്ടിലേക്കുള്ള ഗാർഡനിലേക്കുള്ള കാര്യങ്ങളാണ്. കാണാൻ അറിയില്ല, ഒരു ചെറിയ ഒരു മങ്ങലുണ്ട്. അതിന് പ്രശ്നമില്ല, നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ കുറെ തുളസി ഉണ്ട് കേട്ടോ, നല്ല തുളസിയുണ്ട്. കുറേ തുളസി ഉണ്ട്. ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്. കുറച്ച് എഴുതാനൊക്കെ ഉണ്ട്. ഞാൻ അവസാനം ഇടുക. ഓക്കെ, അപ്പൊ എന്റെ സ്ഥലം കാണിച്ചെടുക്കും. ഞങ്ങളിവിടെ ഞങ്ങൾ വീട്ടിലിരിക്കുകയൊക്കെ ചെയ്യും ഓരോ സ്ഥലത്ത്. അപ്പൊ ഇത് എന്റെ സ്ഥലമാണ്. ചിലപ്പോ ഞങ്ങളിവിടെ അക്വാറിയാക്കും, അല്ലെങ്കിൽ ചെടി വെക്കും. ഇവിടെ മുകളില് ഇങ്ങനെ കല്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. പറ്റിയ സ്ഥലമാണിത്. പിന്നെ ഞാനൊരു സ്ഥലം കണ്ടുപിടിച്ചിരുന്നു. ഇവിടെ അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. അതോളം ഞാൻ കണ്ടുപിടിച്ചിട്ടാട്ടോ പറയുന്നത്. അപ്പോ ഇവിടെ ഞാൻ പിന്നെ ഇവിടെ ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി പെയിന്റിംഗ് ഒക്കെയാണ്. ഫർണിച്ചറൊക്കെ വാങ്ങാൻ തുടങ്ങി. കുറെ സാധനം വാങ്ങിക്കഴിഞ്ഞു. TV വാങ്ങി, AC വാങ്ങി, അങ്ങനെ കുറെ വാങ്ങി. ഞങ്ങൾക്ക് ഒരു യാരിസ് ആണ് കേട്ടോ. അത് ഞങ്ങൾ അപ്പുറത്തേക്ക് വെച്ചാൽ പിന്നെ അത് അതിൻ്റെ ക്ലച്ച് പോയിട്ട് വേറൊരു വണ്ടി ഉണ്ടായിരുന്നു. അതായത് അമ്മമ്മയുടെ വണ്ടിയാണ്. അതെടുത്തിട്ട് ആക്കിയതാണ്. അപ്പുറത്തെ വീട്ടിലാണ് ഇപ്പോൾ റെഡിയാക്കി കിട്ടി. ഞങ്ങളുടെ വീട് പണിയോടൊപ്പം തന്നെ ഞങ്ങളുടെ മുന്നത്തെ വീട്ടിലും വീട് പണിയുണ്ട് അല്ലേ. ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു റെഡിക്കുള്ളൊരു വ്യൂ കാണിച്ചു തരാം. ഞാൻ കാണിച്ചിട്ട് വരാം. ഇവിടെ നിൽക്ക്. ഓൾ ഓടിപ്പോട്ടോ ഗൈസ്. വരലേ. അതൊരു ഓവറോൾ ലുക്ക് കാണിച്ചു തരാം എൻ്റെ വീടിൻ്റെ. ഗൈസ് ഇപ്പം കാണിച്ചു തരാം. ഇതാ ഗൈസ്, കാണുന്നുണ്ടോ അറിയില്ല, എന്നാലും നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാ ഗൈസ്, ഇവിടെ അങ്ങനെയാണുള്ളത്. ഇവിടെ വേറൊരു വീടിൻ്റെ പണിയുണ്ട്. നല്ല വെയിലാട്ടോ, ഒന്നും കാണുന്നില്ല. നല്ല വെയിലാണ് കേട്ടോ. ഇതാണ് ഇതില്ലേ സെലേറിയോ, അതാണ് വണ്ടി. അപ്പുറത്തോട് ഇവിടെ അങ്ങ് പോകുന്നതല്ലേ ഏറ്റവും നല്ല. ഓക്കെ, ഒരു ബുദ്ധൻ അങ്ങനെ വരച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബുദ്ധനെ വരച്ചിട്ട് ചെയ്തിരുന്നു. ഉള്ള സ്ഥലം ഇത് ഇരിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഞാൻ ചിലപ്പോൾ ഈ വീട് ഫുള്ളുള്ള ഒരു വീഡിയോ ഹോം ടൂർ ഞാൻ ചിലപ്പോൾ കാണിക്കും. ഇതൊക്കെ കാണിക്കും. ഹോം ടൂർ കാണിക്കും. ഇത് ഞാൻ ഇപ്പം എല്ലാം ഒരു ഷോർട്ടാക്കി ചെറുകരുത്. ഒക്കെ 8 മിനിറ്റ് ആക്കിയാലും എന്നാലും കുറച്ചും കൂടി മിനിറ്റ് നമുക്ക് വെക്കാം. പിന്നെ അധികമൊന്നും പറയാമല്ലോ. വേറൊരു സ്റ്റെപ്പൊക്കെ കയറിയിട്ടില്ല. അതൊക്കെ ഇങ്ങനെ. ഇത് ജനലിൻ്റെ സ്ഥലമാണ്. ഇത് നമുക്ക് ഇങ്ങനെ പൂട്ടിയും തുറക്കാൻ പറ്റുന്ന ഇതൊരു ഗ്ലാസ് ആണ് കേട്ടോ ഗൈസ്. ഇത് പൂട്ടിയും തുറക്കാൻ നമുക്ക് ചെയ്യാം. പിന്നെ മിറ്റൊക്കെ എങ്ങനെയാണ്. പിന്നെ പെയിൻറ്റിൻ്റെ പണിക്കാരുണ്ട് ഇരിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വേറെ അധികം കാണിക്കാനൊന്നും ഇല്ല ഗൈസ്. ഇത് കാണിച്ചു തരാം. എൻ്റെ കാണിച്ചു തരാം. 4 ബെഡ്റൂമാണ് കേട്ടോ. ഒരു ബെഡ്റൂം. ഇത് താഴത്തെ ബെഡ്റൂമാണ്. താഴെ 2 എവിടെ 5 സൈഡ്. ഇത് താഴത്തെ ഒരു ബെഡ്റൂമാണ്. 4 ബെഡ്റൂമാണുള്ളത്. ഡ്രസ്സിംഗ് റൂം, ബാത്റൂം കാണിച്ചു തരാം. ഞാൻ അവിടെ കൊണ്ടേ ബാത്റൂം ഇതാ ഒരു കളർ കോമ്പിനേഷൻ ഉണ്ട്. നീല കളറാണ് കേട്ടോ. സ്പ്ലഷൊക്കെ
പിന്നെ പിന്നെ അപ്പുറത്തെ റൂം കാണിച്ചു തരാം ഗൈസ്. അപ്പുറത്തെ റൂമ് നമ്മളിപ്പോൾ താഴത്തെ റൂംസ് മാത്രമേ കാണിക്കൂ. മുകളിലത്തെ ഇപ്പോൾ കയറാനാണ് ഗൈസ്. പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞ് ഞാൻ ഹോം ടൂർ കുറച്ച് വീട്ടിൽ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരും. ഇപ്പം ഞാൻ വെറുതെ താഴത്തെയൊക്കെ കാണിച്ചു തരാണ്. ഇത് വേറെ റൂമാണ് ഗൈസ്. ഇതൊരു നീല കളറുള്ള ഒരു ഓരോ സ്ഥലത്തും ഓരോ തീമാണ്. എനിക്കൊരു സ്വന്തമായിട്ട് കിഡ്സ് റൂം ഉണ്ട്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ. പിന്നെ അധികം ഒന്നും പറയാനില്ല. പിന്നെ ഇത് അച്ഛൻ്റെ അമ്മമ്മയുടെ എല്ലാം കുറച്ച് റൂമൊക്കെ ആയിരിക്കും. അതിനൊന്നുമില്ല. അപ്പം നമുക്ക് പോകാം. പിന്നെ അധികം വലിയതൊന്നുമില്ല. ഓക്കെ. പിന്നെ മുകളിലത്തെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. സ്റ്റഡി റൂമൊക്കെ ഉണ്ട്. ശിവാനി അങ്ങോട്ട് പോയാട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പിടിച്ചു. അപ്പോൾ വാഷ് ബേസിനൊക്കെ കാണിച്ചു കൊടുത്താണോ? ഓ, കാണിച്ചു കൊടുത്താണ്. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. ഇനി നമ്മുടെ വീട്ടിൽ പ്രാവിനെ കാണിച്ചു തരാം. പ്രാവാണ് ഇപ്പോൾ. കാണുന്നത് പുതിയതാണ്. 2 എണ്ണത്തിന് പുതിയ നെൽ കൊണ്ടുവരുന്നത്. 7 പ്രാവുണ്ട്. 3 മുട്ട ഇട്ടിട്ടുണ്ട്. മുട്ട വിരിഞ്ഞാൽ പിന്നെ 10 പ്രാവൊക്കെ ഉണ്ടാവും. മുട്ട കാണിച്ചു തരാൻ കാണുന്നുണ്ടോ അറിയില്ല. ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും മുട്ട. അതാ കണ്ടോ? മുട്ട നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 3 മുട്ട ഉണ്ട്. നിങ്ങൾ ഒരു മുട്ടയെ കാണുന്നുണ്ടാവും. അപ്പോൾ ഇത് പഴയ വീടാണ് ഗൈസ്. അമ്മ കേട്ടോ. പിന്നെ ഒന്നുമില്ല. പൈസ കുറവാണ്. ഇതാ കലമേമ. അച്ഛൻ എവിടെ ഉണ്ട്? ബാക്ക് അങ്ങ് കിടക്കുന്നു. കലമേമ ആരാണ്? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി നിൽക്കുക. അപ്പോൾ സൈനിങ് ഔട്ട്.